ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫ്രഷ് ഫാമിലി ഫുഡിലേക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ നാടൻ സ്റ്റൈലിൽ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു മട്ടൻ കറി. അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കുന്ന മുമ്പ് എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമുക്ക് സമയം കളയുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു 1.5 കിലോ മട്ടൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മസാലകളൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിനു മുമ്പ് മസാലയ്ക്ക് ഉള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാശ്മീരി മിർച്ചുണ്ട്, നമുക്ക് കുറച്ച് തൈരുണ്ട്, ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ്, കുരുമുളക് പൊടിയുണ്ട്, പെരിഞ്ജീരകം പൊടിച്ചതാണ്, മഞ്ഞള്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളിക്ക, നമ്മുടെ കുറച്ച് സവാള അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ മട്ടൺ നമുക്ക് ചെരുവത്തിലോട്ട് ഇടാം. നമ്മള് മട്ടൺ ചെരുവത്തിലോട്ട് ഇട്ടു. അപ്പൊ നമുക്കൊരു 2-3 സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഞാൻ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇടാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇട്ടു. ഞാനൊരു തൈര്, ഒരു കട്ടോരിക്കകത്തൊരു തൈര് എടുത്തു, അത് മൊത്തം ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇത് കാശ്മീരി മിർച്ചാണ്, ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുള്ളൂ, അത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇടുകയാണ്. ഇത് നമ്മുടെ മല്ലിപ്പൊടി, അത് ഞാൻ ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് ഉണ്ട്, ഗരം മസാല ഉണ്ട്, മഞ്ഞൾ പൊടി, അത് ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇനി ഞാൻ ഒരു സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഈ പെരിഞ്ജീരകം പൊടിച്ചിടുന്നത് നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടി ആയിട്ടും ഞാൻ ഇടുന്നത്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം മല്ലിയില ഞാൻ ഇടുകയാണ്. പിന്നെ നമുക്ക് സവാളയുണ്ട്, തക്കാളിക്കുണ്ട്, പച്ചമുളകുണ്ട്. ഈ സവാളയും തക്കാളിക്കും നമുക്ക് വഴറ്റിയിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ശരിക്കും മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതിനെ റെസ്റ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് കൊടുക്കാം. എത്രയും റെസ്റ്റ് കൊടുക്കുന്നോ അത്രയും നല്ലതാണ്. നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പൊ അപ്പത്തേക്ക് ഞാൻ നമ്മുടെ സവാളയും തക്കാളിക്കൊക്കെ വഴറ്റി അരച്ചുകൊണ്ട് വരാം. അതുവരെ ഇതിന് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൺ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറോളമായി. അപ്പം ഉണ്ടോ, ഒരുവിധമൊക്കെ ഉപ്പും എരിവൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. ബാക്കി പതുക്കെ ഇരുന്ന് അത് വേകുമ്പോൾ കറക്റ്റായിട്ട് ഇതിന്റെ മസാലകളൊക്കെ പിടിച്ചോളും. അപ്പൊ നമുക്ക് എന്താ ചെയ്യണത്, ഞാനൊരു 1/4 ഭാഗം ഇത് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. കുക്കറിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റി പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനൊരു 1/4 ഭാഗം വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചി ഞാൻ കുക്കറിനകത്തിട്ട് 1/4 വേവിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ചീൻചട്ടി ഞാൻ വെച്ചു. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. അപ്പൊ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇടാൻ പോവുകയാണ്. ജീരകമുണ്ട്, സ്റ്റാർ ഉണ്ട്, നമ്മുടെ തേജ്പത്തയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, അതുപോലെ തന്നെ കറുത്ത ഏലാക്ക, ബഡ ഏലാച്ചി എന്ന് പറയും, ചോട്ട ഏലാച്ചി, പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൂ ഉണ്ട്. അപ്പൊ ഞാനിത് ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. നമുക്കൊരു കുറച്ച് ജീരകം, ജീരകം ഇട്ടു. ഞാനൊരു കുറച്ച്
തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ അത് ഇടുകയാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. ആവശ്യമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഞാൻ ആ തേങ്ങ ഇട്ടു. ഇതൊന്ന് മൂക്കട്ടെ. കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ച് ഇട്ടു. ഞാൻ കുറച്ച് കരിയാപ്പല ഇട്ടു. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടുകയാണ്. അതിപ്പോ ഇട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങയും ഈ ഉള്ളിയും കൂടെ ഒന്നിച്ച് മൂത്ത് വരും. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ചെറിയ ഉള്ളി ഇട്ടത്. അപ്പൊ നമുക്കിതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും തേങ്ങയെല്ലാം നല്ല രീതിയിൽ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ടൊരു 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ ഇടുകയാണ് ഞാൻ. അത് മതി, ഓൾറെഡി നമ്മൾ ഇറച്ചിക്ക് ഉള്ളി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ. ഞാൻ സ്വല്പം പൊടിച്ചു വെച്ച മീറ്റ് മസാല, ഞാൻ ഇച്ചിരി മസാല ഇതൊക്കെ ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചിയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലുണ്ട്. ഒരു 1.5 കിലോളം ഇറച്ചി ഉള്ളത് കൊണ്ടാണ് അതിനനുസരിച്ചുള്ള മസാല ഇടുന്നുള്ളൂ. അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാടായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് മസാല കുറച്ചേ ഉള്ളൂ, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ മസാലയും കൂടെ. ഇതുണ്ടോ, ഞാൻ കുക്കറിനകത്താണ് വേവിച്ചത്. ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ വെച്ച ഈ സവാള വറുത്ത് പിന്നെ നമ്മുടെ തക്കാളിക്കും കൂടെ അത് രണ്ടും കൂടെ അരച്ചു വെച്ചതാണ്. നമുക്ക് ഈ ഇറച്ചി ഇട്ടതിന് ശേഷം ഇതും കൂടെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല എല്ലാം ഒരുവിധമായി. അപ്പൊ ഞാൻ ഇനി ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച മട്ടൻ ഇടാൻ പോവുകയാണ്. ഞാൻ ഇതിലോട്ട് മട്ടൻ ഇട്ടു. നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ തീ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിനി ഈ അരച്ചു വെച്ച നമ്മുടെ മസാല ഇതുണ്ടല്ലോ, ഈ തക്കാളിക്കും നമ്മുടെ സവാളയും കൂടെ പേസ്റ്റ് ചെയ്ത് അത് ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. നല്ല കൊഴുപ്പും കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് ഞാൻ കാണിച്ചില്ല, എന്നാലും ഞാൻ വെള്ളം ഒഴിച്ച് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ ഒരു ബാക്കിയുള്ള 20% കൂടെ വേഗം വെട്ടിത്തിളയ്ക്കും. അപ്പൊ ഇതിന് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ ഒന്നും കൂടെ കുറച്ച് കൊടുക്കാം. ഇപ്പൊ തീ ഫുള്ളിൽ ഇരുന്നോട്ട്, കാരണം ചെറിയൊരു പച്ചപ്പ് വല്ലതുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി. ഞാനൊരു സ്വല്പം ഉപ്പും കൂടെ അതിന് ചേർക്കുകയാണ്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടുക. ഇതിനകത്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്, ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഞാനത് ഇളക്കി ഇനി ഇതൊരു 10 മിനിറ്റ് വേണ്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചും കൊടുക്കാം. അപ്പോൾ നമ്മൾ വച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, നമ്മുടെ എണ്ണയൊക്കെ മോളി വന്നു ഏകദേശം. ഇതുണ്ടോ, നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട്. നോക്കിയേ, ഗ്രേവിയുടെ കൊഴുപ്പ് കണ്ടോ, നല്ല രീതി കൊഴുപ്പുണ്ട്. നല്ല ഇത് ഇച്ചിരി കൂടെ ഇരുന്ന് കഴിയുമ്പോൾ, തീ ഓഫ് ചെയ്ത് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും ഇത് കൊഴുപ്പാകും. അപ്പൊ നമ്മൾ ആ തക്കാളിക്കും ഉള്ളിയും പേസ്റ്റ് അതിന്റെ കൂടെ കൊഴുപ്പാണ്, നല്ല രീതി കൊഴുപ്പായിട്ടുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഇച്ചിരി മല്ലിയില ഇടുകയാണ്. മല്ലിയില ഇട്ടു. ഇനി ഞാനിത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇച്ചിരി ചൂടാറി കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി എല്ലാം റെഡിയായി. ഞാൻ ടേബിളിൽ കൊണ്ടുവന്നു. ഞാൻ
നമ്മുടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സലാഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങളും ഇതേപോലെ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനൊരു പീസ് എടുത്തു, ഇച്ചിരി ചാറെടുത്തു. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടെ ഞാൻ തന്നെ അഭിപ്രായം പറയാം, കാരണം ഞാൻ തന്നെ വെച്ചതല്ല, അതുകൊണ്ട്. സൂപ്പറായിരിക്കുന്നു. എരിവും പുളിയും എല്ലാം പാകത്തിനുണ്ട്. നല്ല രീതിയിൽ മസാലകളും ഉണ്ട്. അത്യാവശ്യം വലിയ എരിവൊന്നുമല്ല, മീഡിയം, എല്ലാവർക്കും കഴിക്കാന്നുള്ള മീഡിയം ഉള്ള എരിവേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. ഇതുണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ മട്ടനും വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല കപ്പ പൊളിയുന്ന പോലെ പൊളിഞ്ഞു വരുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ അതും വെന്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്കറിയാവുന്നവർക്ക് എല്ലാവർക്കും ഈ പാവപ്പെട്ടവന്റെ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.